ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു എപ്പിസോഡ് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഒരു അതിഥിയുണ്ട്. നമുക്ക് അതിഥി സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. 14 നാളായി നമ്മൾ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടല്ലേ? തീർച്ചയായിട്ടും ഇപ്പം മഴക്കാലമാണ്. അപ്പം നമുക്ക് കുറച്ച് അന്തരീക്ഷമൊക്കെ വളരെ നല്ല കൂളാണ്. അപ്പോൾ വളരെ കാമൻകായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സാറിന്റെ സെയിൽസ് മാനേജർ എന്ന നിലയ്ക്കുള്ള വളരെയധികം കൂടിയ എക്സ്പീരിയൻസുകളൊക്കെ ഇന്ന് നമുക്ക് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാം. വെൽക്കം. താങ്ക് യു. ആൻഡ് ടീച്ചർക്ക് പ്രത്യേക നന്ദി. കാരണം ടീച്ചറുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. വളരെ നല്ല രീതിയിൽ ചാനൽ പോകുന്നു, നല്ല വ്യൂവേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ടീച്ചർക്ക് വീണ്ടും കൂടുതൽ വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ടീച്ചർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ഈ ഒരു പുതിയ മേഖലയിൽ, ഡിജിറ്റൽ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് മുന്നോട്ട് വന്ന ടീച്ചറുടെ ചാനലിന് എല്ലാവിധ വിജയ ആശംസകളും. ഇൻഷുറൻസിനെ കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഒപ്പം തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള അഫോർഡബിൾ സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇൻഷുറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ എൻ്റെ അടുത്ത് പണമില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് മാറി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം 4ഓളം ഫിനാൻസിങ് കമ്പനികൾ NBFCകൾ ഫിനാൻസ് ചെയ്തുകൊണ്ട്, ഫിനാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു അഫോർഡബിൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കും. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഒരു വളരെ ഷോർട്ട് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും? ഏതൊക്കെ കമ്പനികളാണ് ഇത്? എല്ലാ കസ്റ്റമർക്കും കിട്ടുമോ? എല്ലാ കസ്റ്റമർക്കും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഇതിന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ്. അതായത് ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെന്റ് ഒന്നും വേണ്ട. ഒരു പേപ്പറിലും സൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഓഫീസിലേക്കും കടന്നു വരേണ്ട കാര്യമില്ല. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ലോൺ അവൈൽ ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ ഗുണമാണ് ഇപ്പോഴത്തെ കാലത്ത്. തീർച്ചയായും. പക്ഷെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ഗവൺമെന്റ് പറയുന്ന ചില പ്രൂഫുകൾ, ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, UPI ID, അതോടൊപ്പം തന്നെ അവരുടെ ഈ ആധാർ, പാൻ കാർഡ് ഒക്കെ ലിങ്ക് ഉണ്ട്. സിവിൽ സ്കോറും നോക്കുന്നുണ്ട്. ഒപ്പം ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ കൂടി വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കമ്പനി, ഈ പറയുന്ന കമ്പനികൾ ക്ലെയിം കൊടുക്കും, ലോൺ കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പണമില്ലെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പോളിസി എടുക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. അത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചെറുപുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, ഒരു പക്ഷേ കുറച്ച് നാൾ മുമ്പ് വരെ പല ആളുകളുടെ വീട്ടിലും AC-യോ വാഷിംഗ് മെഷീനോ TVയോ ഒക്കെ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമ്മൾക്കറിയാം വളരെ ഈസി ആയിട്ട് പല ഫിനാൻസിങ് സ്ഥാപനങ്ങളും ഈ വസ്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. അല്ല വാങ്ങുന്നത്, EMI ലാണ്. കറക്റ്റ്. അപ്പോൾ ആ ഒരു അവസരമാണ് ഞങ്ങൾ നമ്മുടെ കമ്പനി കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഒരു പരിധി വരെ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് 100% നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ സാധിക്കും, ലോൺ കൊടുക്കാൻ സാധിക്കും. ചില കേസിൽ നമ്മൾക്ക് 15 to 40% ആണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത്. തുടക്കത്തിൽ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പൊ നമ്മളൊരു 35 വയസ്സുള്ള ഹസ്ബൻഡ്, 30 വയസ്സുള്ള വൈഫ്, 2 കുട്ടികൾ, അവർക്കൊരു 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് EMI ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഡൗൺ പേയ്മെന്റ് എത്ര വരും? അവരുടെ പ്രീമിയം വരുന്നത് ഒരു 20,000 ആണെന്ന് വിചാരിക്കാം. ഞാനൊരു അപ്രോക്സിമേറ്റ് ഐഡിയ എടുക്കാം. ഈ ഞാൻ പറഞ്ഞ 4 കമ്പനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതില് ചില കമ്പനി 12 മാസം 12 മന്ത് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ട്. ശരി. മൊത്തം പ്രീമിയത്തിന് 12 പറയാം. ഒന്ന് ആക്സിയോ, മറ്റൊന്ന് ഷോപ്സ്, മറ്റൊന്ന് ഫൈബ്, വേറൊന്ന് ഫിൻസാൾ. ഇങ്ങനെ 4ഓളം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFC എന്ന് പറയും. മുഴുവൻ തുകയും ലഭ്യമാണോ? പ്രീമിയത്തിന്റെ മുഴുവൻ തുകയും അത് മുഴുവൻ തുകയും എന്ന് പറയുന്നത് അതാണ് നേരത്തെ ടീച്ചർ ചോദിച്ചതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്. എല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും
ലോൺ കിട്ടണമെന്നില്ല. ഇല്ല. ചില ആളുകളോട് 15% ആദ്യം അടയ്ക്കാൻ പറയുന്നുണ്ട്. ചില കേസിൽ 20% ക്രെഡൻഷ്യൽസ് വെച്ചിട്ടാണ് അപ് ടു 40% വരെ അടയ്ക്കാൻ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ നമ്മുടെ ലോൺ എമൗണ്ട് ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ 15% അപ്ഫ്രണ്ട് പേയ്മെന്റ് ഇവർ ഫിനാൻസിങ് കമ്പനിക്ക് അടയ്ക്കുമ്പോൾ തന്നെ എത്രയാണോ പ്രീമിയം അത് കംപ്ലീറ്റ് ഫിനാൻസിങ് കമ്പനി ഇൻഷുറൻസ് ആദ്യം തന്നെ കമ്പനി ബാങ്കിങ് സ്ഥാപനം നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഫുൾ എമൗണ്ട് കൊടുക്കും. അത് നമുക്ക് മന്ത്ലി ആയിട്ട് അടയ്ക്കാൻ മാത്രമേ സൗകര്യമുള്ളൂ, അതോ 3 months 6 months അങ്ങനെ അടയ്ക്കാനുള്ള സൗകര്യം? അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. മന്ത്ലി ആയിട്ട് അടയ്ക്കാനേ അടയ്ക്കാം, 3 months അടയ്ക്കണേ അടയ്ക്കാം. അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. ഇനി ഇൻ കേസ് ഒരാൾ പോളിസി എടുത്തു, ഈ ഒരു സിസ്റ്റത്തിൽ പോളിസി എടുത്തു, അയാൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഇത് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന് മന്ത്ലി അടയ്ക്കുന്ന ഒരാൾക്ക് അത് 1 month മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ? അത് കൃത്യമായിട്ട് അടയ്ക്കുക തന്നെ വേണം. അത് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പോളിസി ക്യാൻസൽ ആവും. തീർച്ചയായും അത് കസ്റ്റമർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സിബിൽ റേറ്റിംഗിനെ ബാധിക്കും. അത് നമ്മൾ കൃത്യമായി അങ്ങനെയുള്ളവർക്കാണ് ഇത് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ളവരാണ് എടുക്കാൻ യോഗ്യം. ഒന്നിച്ചൊരു പ്രീമിയം നമുക്ക് അടയ്ക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വിധത്തിലും മുടങ്ങാൻ പാടില്ല. ഇൻട്രസ്റ്റ് പെർസെന്റേജ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് പെർസെന്റേജ് 12 to 18% വരെ ഉണ്ട്. അതിപ്പോ ഒരു കൂടുതലല്ല. ഇപ്പൊ നമ്മൾ ഏതൊരു ബാങ്കിൽ നിന്നും നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കണമെങ്കിൽ 12% പലിശ കൊടുക്കാതെ കിട്ടില്ല. അത് ചില ബാങ്കുകളിൽ അത് 25% വരെയുണ്ട് പേഴ്സണൽ ലോണിന്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 12% ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി ഇത് തരുന്നത് ഏർപ്പെടുത്തുന്നത് വലിയ കാര്യമാണ്. കസ്റ്റമേഴ്സിന് വലിയൊരു നേട്ടമാണ്. തീർച്ചയായും. അത് കൂടാതെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ബാങ്കിൽ ഒരു ലോണിന് പോയാൽ കുറെ അധികം ഫോർമാലിറ്റി ഉണ്ട്, ഒരുപാട് ഡോക്യുമെന്റ് കൊടുക്കണം, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ടൈം ലാഗും ഇല്ലാതെ വിതിൻ നോ ടൈം ലോൺ സാങ്ഷൻ ആകാൻ കപ്പാസിറ്റി ഉള്ള ക്രെഡിബിലിറ്റി ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പാസ്സാവും. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇതിനോടകം പല ആൾക്കാരോടും ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം 1 മാസം കഴിയട്ടെ 2 മാസം കഴിയട്ടെ എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരാണ് കൂടുതലും. പക്ഷെ ഇപ്പൊ ഈ പുതിയ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും BNPL എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലേക്ക് ധാരാളം ആൾക്കാർ ഇനി വരുന്ന ആളുകൾ വരുമെന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. ഇനിയൊരു സംശയം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വർഷവും പോളിസി പുതുക്കണമല്ലോ. അപ്പം ഈ ഒരു 1 yearലേക്ക് മാത്രമാണോ ഈ സൗകര്യം ലഭ്യമാവുക? പുതുക്കുമ്പോൾ വീണ്ടും അതും പുതുക്കി ആ സൗകര്യവും പുതുക്കി പോകുമോ? എങ്ങനെ വേണമെങ്കിൽ അത് ഓപ്ഷനാണ്. അവർക്ക് അടുത്ത നെക്സ്റ്റ് റിന്യൂവൽ പീരീഡിൽ പോളിസി ഇയർ കഴിയുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം, അല്ല അവരടുത്ത് പേയ്മെന്റ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടയ്ക്കാം. ഒരിക്കലും ഇതൊരു ഓപ്ഷനാണ്, ഒരിക്കലും കമ്പൽസറി അല്ല. ലോൺ എടുക്കണം എന്നുള്ളത് നമ്മളും കസ്റ്റമറോട് ഒരിക്കലും ലോൺ എടുക്കണമെന്ന് കമ്പൽ ചെയ്യുന്നില്ല, മറിച്ച് ഇതിപ്പോ നമുക്ക് 3 വർഷത്തേക്ക് എടുക്കാമല്ലോ. 3 വർഷത്തേക്ക് 3 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയർ 3rd ഇയറിന്റെ പ്രീമിയം ഒക്കെ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നില്ല. ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് ശരിക്കും ഒരു ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഇൻട്രസ്റ്റ് അതിനകത്ത് വരുന്നില്ല എന്ന് വേണേൽ മനസ്സിലാക്കാം. എക്സാക്ട്ലി. അതായത് അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതാണ്, അതായത് നമ്മൾ ഈ സെക്കൻഡ് ഇയറും 3rd ഇയറും 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ EMI ആകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ഈ 3 വർഷം കൊണ്ട് അടയ്ക്കുന്ന പ്രീമിയത്തിനോടൊപ്പം മാത്രമേ ഇൻട്രസ്റ്റ് അടക്കമുള്ള ലോൺ എമൗണ്ട് മൊത്തത്തിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് വരുന്നില്ല. അത് ലാഭകരമാണ്. ഇതാണ് ആൾക്കാർ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ EMI സ്കീം പ്രകാരം നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അധികമായിട്ട് കൊടുക്കുന്ന പൈസ ഡിസ്കൗണ്ട് ഇനത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. തീർച്ചയായും. അതോടൊപ്പം മറ്റൊരു കാര്യം, പ്രീമിയം വർധന അവരെ ബാധിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പം പല ഇൻഷുറൻസ് കമ്പനികളും അവരുടെ നിലവിലുള്ള പോളിസികൾ പിൻവലിക്കുന്നുണ്ട്. SBI ജനറലിലൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കസ്റ്റമറിനെ വിളിച്ചു, SBI ജനറലിന്റെ പോളിസി ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അവിടെ പ്രീമിയം കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പ്രീമിയം വർധനവ് ലോങ് ടൈം പോളിസി എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ബാധിക്കുന്നില്ല. അവിടെയുള്ള പോളിസി, നിലവിലുള്ള പോളിസി ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പിന്നെ പോർട്ടബിലിറ്റി നടക്കില്ല. അതുകൊണ്ട് പോർട്ടബിലിറ്റി എപ്പോഴും സാധിക്കണമെന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് പോളിസി ആയാലും ഏത് സിസ്റ്റത്തിൽ എടുത്താലും
അസുഖം വരുന്നതിന് മുമ്പേ എടുത്തു വെച്ച് സേഫ് ആക്കുക തീർച്ചയായിട്ടും ഇവിടെ എന്നുള്ളതാണ് നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് കാര്യം. മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴാണ്? ആക്സിഡന്റ് വരുന്നതിന് മുന്നേ അല്ലേ? ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവും. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കണ്ട. സാറേ, ഇടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട് ഇദ്ദേഹത്തിന് വരുന്ന ചില ഫോൺ കോളുകൾ, ചില അസുഖമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കുന്നു, അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ആൾക്കാർ വിളിച്ചിട്ട് ഇതാരും അറിയണ്ട, ഇന്ന രോഗം വന്നിട്ടുണ്ട്, പോളിസി എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. കാരണം അതൊരു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിനനുസരിച്ചല്ലേ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഏജൻസിയെ എത്ര പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എൻട്രൻസിൽ ഇരുന്നാൽ മതി. അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പല രോഗങ്ങളും തിരിച്ചറിഞ്ഞിട്ട് പുറത്തു വരുന്നവര് എന്തായാലും ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാണ്. പക്ഷെ അന്നേരം നമുക്ക് വെരി സോറി, സമയം ലേറ്റ് ആയി പോയി. അതുകൊണ്ട് എത്രയും നേരത്തെ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ താല്പര്യമുള്ളവര് എത്രയും നേരത്തെ എടുക്കുക. നല്ല ഒരു അഡ്വൈസറെ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറെ സമീപിക്കുക. എല്ലാ സംശയങ്ങളും, നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന പോളിസി ഏതാണോ ആ പോളിസിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ആദ്യമേ തന്നെ ചോദിച്ച് പരിഹരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഏറ്റവും ബെനിഫിറ്റുള്ള, ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കുക, എടുക്കുക. അല്ലേ? അതല്ലേ നമുക്ക് പറയാം. കൂട്ടിച്ചേർക്കണം. നമ്മളിപ്പോ പുതിയ പോളിസികളെ കുറിച്ച് ജസ്റ്റ് പറയാം. തീർച്ചയായും ഇന്ന് കാലഘട്ടത്തിനനുസരിച്ചുള്ള പോളിസികൾ നമ്മൾ കമ്പനി ഇറക്കുന്നുണ്ട്. സ്റ്റാർ ഹെൽത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ ലീഡ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ കണ്ടിട്ടുണ്ട്, പല ആൾക്കാർ അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പം 65 വയസ്സ് കഴിഞ്ഞവർക്ക് പോളിസി കൊടുക്കുന്നുണ്ട് അല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം അതിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് ആണ്. ഒരു പല ആൾക്കാരും അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ സ്റ്റാർ ഹെൽത്ത് കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 75 ഇയേഴ്സ്, അതായത് 75 വയസ്സ് വരെയുള്ളവർക്ക് പോളിസി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പോളിസി, സ്റ്റാർ ഹെൽത്ത് പ്രീമിയർ എന്ന് പറയുന്ന പോളിസി, ഏജ് ബാർ വെച്ചിട്ടേ ഇല്ല. ഏത് പ്രായത്തിൽ 100 വയസ്സുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മാറിയ സാഹചര്യം ശരിക്കും ആരും മനസ്സിലാക്കുന്നില്ല. വേണ്ടത് ഇല്ല, തീർച്ചയായും വിത്തൗട്ട് എനി മെഡിക്കൽ ആവശ്യമില്ല. പക്ഷേ നിലവിൽ അവർക്ക് രോഗമുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അണ്ടർ റൈറ്റിംഗിന് വിധേയമായിട്ട് തന്നെയാണ്. എങ്കിലും ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഏത് പ്രായത്തിലും പോളിസി എടുക്കാനുള്ള സൗകര്യം സ്റ്റാർ ഹെൽത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇടപെടൽ IRDA നടത്തിയത്. പക്ഷെ IRDA ഇടപെടൽ നടത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർ ഹെൽത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഓടുന്ന പട്ടിക്ക് ഒരു മണി മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയർ, എല്ലാ ഡേ കെയർ പ്രൊസീജിയറും നമ്മുടെ ബ്രോഷർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കവർ ചെയ്യുന്നുണ്ട്. ഈ ഡേ കെയർ പ്രൊസീജിയറെ കുറിച്ചും ആസ്പദമായിട്ടുള്ള ഒരു ചർച്ചയും ഒരു കോടതി വിധിയൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും സ്റ്റാർ ഹെൽത്ത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഡെലിവറി എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത ദിവസം തന്നെ കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് അവരുടെ റിലേഷനിലൊക്കെ പെട്ട ആളുകൾ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. ഡെലിവറി മീൻസ് അവർ UK ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ വരുമ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് മൈത്ര, മിംസ് പോലുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ ഡെലിവറി ഒക്കെ എടുക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലാണ് ഡെലിവറി എക്സ്പെൻസ് വരുന്നത്. അത്തരം ഡെലിവറി അടക്കം കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനുകൾ നമുക്കിപ്പോൾ ഉണ്ട്. നമ്മുടെ 2-3 പ്ലാനുകൾ ഡെലിവറി കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വുമൺ കെയർ എന്ന് പറയുന്ന പോളിസി യൂട്രോഫീറ്റൽ സർജറി അടക്കം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രത്തിനുള്ളിലോ പുറത്തു വന്ന ശേഷമോ ചെയ്യാൻ പറ്റുന്ന, അതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റോബോട്ടിക് സർജറി ഒക്കെ നമ്മളിപ്പോ സംസാരിക്കുന്ന ചെറുപുഴ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് പോലും റോബോട്ടിക് സർജറി ട്രീറ്റ്മെന്റ് കൊടുത്ത കസ്റ്റമറെ അറിയാലോ, സാറിന് ഞാൻ അതുകൊണ്ടല്ലേ സാറേ 2 കോടിയുടെ പോളിസി എത്ര കഷ്ടപ്പെട്ടായാലും എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ 2 കോടിയുടെ അതാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പോളിസി ഉള്ള എനിക്ക് തന്നെ ഒരു 10-25ഓളം കസ്റ്റമർ ഉണ്ട്. അതാണ് ഞാനിത് ഇത്രയും ജനങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജൂലൈ 7 അത് പുതുക്കാറായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക്
കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പുതിയ ഈ സിസ്റ്റത്തിൽ അത് പുതുക്കാനും ചെയ്യാൻ പറ്റും. ഞാനിപ്പോ അങ്ങനെ പുതുക്കണം കൂടി വിചാരിച്ചിരിക്കുകയാണ്. കാരണം പല പൈസ ആവശ്യങ്ങളൊക്കെ പലതുണ്ടല്ലോ. കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് പണി. അപ്പം ഒരു ഇൻഷുറൻസ് ഇപ്പം നമുക്ക് എടുത്തു വെക്കണമെങ്കിൽ ലിക്വിഡ് ക്യാഷ് കൊണ്ട് മാറ്റാനില്ല. EMI ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈസി അല്ലേ? അപ്പൊ ഇൻഷുറൻസ് ഇല്ലെങ്കിലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നലെ നമ്മള് ചെമ്പേരിയിൽ നമ്മൾ ഒരു വാർത്ത വായിച്ചില്ലേ, പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി വീട്ടിലേക്ക് വൈഫിനെ വിളിക്കുന്ന സമയത്താണ് ആള് കുഴഞ്ഞു കൊണ്ടിരുന്നത്. മരിച്ചുപോയി ചെലവില്ല, പെട്ടെന്ന് രീതിയിലാണ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്നത്. വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ക്ലെയിം ആയിട്ട് നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ള സമയത്തും ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ PNPL അവൈൽ ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും, എലിജിബിലിറ്റി ഉള്ള ആർക്ക് വേണമെങ്കിലും. അങ്ങനെ നമ്മളിപ്പോൾ കൊടുത്ത ലോണിലൊന്നും റിജക്റ്റ് ആയത് വളരെ മൈന്യൂട്ട് പെർസെന്റേജ് മാത്രം. എന്തായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ക്യാഷ്, ലിക്വിഡ് ക്യാഷ് ഇല്ല, എമർജൻസി ഫണ്ട് ആരുടെ കയ്യിലില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു നല്ല തക്കതായ സംഖ്യയുടെ ഒരു പോളിസി, മിനിമം ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ അതിനോട് യോജിക്കുന്നില്ലേ? ഏറ്റവും കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ യൂണിറ്റിൽ തന്നെ എൻ്റെ കസ്റ്റമർ നമ്മുടെ ടീം എന്ന് പറയുന്ന ആലക്കോട് SMOയുടെ കീഴിൽ തന്നെ 17 ലക്ഷം രൂപ ഒരു സിംഗിൾ കസ്റ്റമർക്ക് ക്ലെയിം കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിന് കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ എക്സ്പോസ്റ്റ് സമ്മിറ്റ് എടുത്തു. അടുത്ത് തന്നെ ഉള്ള ഒരാൾ കഴിഞ്ഞ വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി വെരിക്കോസ് വെയിന് ഒരു ചെറിയ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന് 1.25 ലക്ഷം രൂപ. ബേബി മെമ്മോറിയൽ അല്ലേ? അത് കോട്ടക്കൽ വിംസിലാണെന്നുണ്ടെങ്കിൽ 3.25 ലക്ഷം രൂപയാണ് വരുന്നതാണ്. ഇതിനിടയ്ക്ക് കസ്റ്റമറിനോട് പറഞ്ഞത് അവര് എന്തോ ഒരു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറേ. ഒന്നാമത്തെ കാര്യം, ഒരുപാട് പുതിയ പുതിയ നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ റോബോട്ടിക് സർജറി അതിന്റെ ഭാഗമാണ്. നമ്മൾ 2-3 വർഷം ഇപ്പൊ ഈ 1.25 ലക്ഷം രൂപയൊക്കെ ആൾക്കാർ വെറുതെ ഒരു 10,000 രൂപയുടെ ലാഭത്തോടെയാണ് പറയുന്നത്. അതെ അത് ടീച്ചർ ഈ ഹോസ്പിറ്റൽ കേസ് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മളൊരു പ്രീമിയം പറയുമ്പോൾ ആളുകൾക്ക് 20,000 എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് 3 ലക്ഷം എന്ന് പറയുന്നത് സാധാരണ ചായ കുടിക്കുന്ന 20,000 10 വർഷം നമ്മൾ റിന്യൂവൽ ചെയ്താലും 2 ലക്ഷത്തിൽ ചിന്തിക്കുന്നില്ല. ഇല്ല. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാം. ആളുകൾ ഹെൽത്ത് ഉള്ളപ്പോൾ എടുത്തു വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനം. എന്താണെന്നറിയോ, പലപ്പോഴും അത് ഏത് ഇൻഷുറൻസ് ആണെങ്കിലും, ഇപ്പൊ LIC ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ പോലും, ഏർലി ക്ലെയിം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നോട്ടപ്പുള്ളിയായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് തുടക്കത്തിൽ. അതേസമയം 4 വർഷം കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എന്ത് അസുഖത്തിനും കിട്ടുകയും ചെയ്യും. ഇനി അസുഖം ഉണ്ടെങ്കിൽ തന്നെ 4 വർഷം കഴിഞ്ഞാലുള്ള അസുഖത്തിന് കവർ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതും നമ്മൾ അതാണ് നേരത്തെ പോളിസി എടുത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പല ആളുകളും പറയാറുണ്ട്. ഇന്നൊരു ഏറ്റവും മിനിമം ഉള്ള ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് ഒരു പോളിസി എടുത്തു വെക്കുക. എനിക്കൊരു പഞ്ച് ലൈൻ പറയാനുണ്ട്. പഞ്ച് ലൈനാണ് നമ്മൾ ഇത്രയും സംസാരിച്ചതിന്റെ ഒരു പഞ്ച് ലൈനാണ്. ഇടിമിന്നലിന്റെ വേഗത്തിൽ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അപ്പൊ ആ മാറ്റത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ ഈ മാറ്റം നമ്മളെ മാറ്റും ഈ ലോകത്തുണ്ട്. ഇൻഷുറൻസ് ഇല്ലാതെ ഇനി ഒരു നിമിഷം പോലും ഒരാളും മുന്നോട്ട് പോകരുത്. അതിനാണ് കമ്പനി ഇപ്പോൾ BNPL-ഉമായിട്ട് രംഗത്ത്. ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ നാം സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തീർച്ചയായും എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ, ഷെയർ ചെയ്യട്ടെ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കട്ടെ. ഇൻഷുറൻസിന് വേണ്ടി നമ്മളെ സമീപിക്കുക. നമ്മളെ സമീപിച്ചില്ലെങ്കിലും ആരെയെങ്കിലും സമീപിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് സാറിനെ പോലുള്ള ആളുകൾക്ക് സമീപിച്ചാൽ തീർച്ചയായിട്ടും എനിക്കത് ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇൻഷുറൻസ് എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇൻഷുറൻസ് മസ്റ്റ് ആണ്. അല്ല, അതിൽ സാർ എന്താണെന്നറിയോ, നമ്മൾ കാണേണ്ടത് സാറിനെ പോലുള്ള ആളുകൾ, പ്രാദേശികമായിട്ടുള്ള ആളുകൾ അതാത് സ്ഥലത്ത് നിന്ന് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ന് രാവിലെ പോലും എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡുള്ള ഒരു ഹോസ്പിറ്റൽ, അവിടെ ഒരു മൈത്ര ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ മകനാണ് വിളിക്കുന്നത്. ഇവർ പോളിസി എടുത്തിരിക്കുന്നത് ഏതോ ദൂരത്തുള്ള ഒരു അഡ്വൈസർ എടുക്കുന്നതാണ്. ആ അഡ്വൈസറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാദേശികമായിട്ടുള്ള നമ്മുടെ അടുത്തുള്ള ഒരു അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും എനിക്കിപ്പോ ഞാൻ അധികം കസ്റ്റമർ അല്ല, ഞാൻ ചിലപ്പോൾ ഒരു 100, 200, 250 കസ്റ്റമറെ എനിക്ക് വേണ്ടവണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഇപ്പൊ 1000 കണക്കിന് കസ്റ്റമറെ ഒന്നും
കൈകാര്യം സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓൺലൈനിലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഓൺലൈനിൽ കിട്ടുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്തെ കാലത്ത് നമുക്ക് എത്രയും അത്യന്താവശ്യമായ ഒരു സംഗതിയാണ്. അതിനോട് നേരെ നമ്മൾ മുഖം തിരിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് കാര്യമായ പ്രശ്നങ്ങൾ പിന്നീട് എടുക്കാൻ സാധിക്കാൻ പറ്റില്ല. അതായത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഒരു ഇൻഷുറൻസ് അഡ്വൈസറോട് ഒരു നിമിഷം പോലും കളയാം. പക്ഷെ തിരിച്ച് നമ്മൾ ഒരു പോളിസി ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് അഡ്വൈസറും നമ്മളോട് നോ ആയിരിക്കും പറയുന്നത്. ഒരു ചോദ്യം കൂട്ടിച്ചേർക്കുവാണ്. തീർച്ചയായും. എന്നോട് തന്നെ ഒരിക്കല് ആരോ ഒരാളെ ചോദിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് തിരിച്ചു കിട്ടുമോന്ന്. രോഗം വന്നില്ലെങ്കിൽ നമ്മൾ ഓരോ കൊല്ലം പുതുക്കണ്ട്, മറ്റേ ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെ നമുക്ക് ഏതെങ്കിലും കാലത്ത് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യം തികച്ചും അപ്രസക്തമാണല്ലോ. തീർച്ചയായും അതിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ചോദിച്ച പല ആളുകളും നമ്മളെപ്പോഴും കാണുന്നത് ഈ ഒരു കൊല്ലത്തെ കണക്ക് മാത്രമല്ല. ഞാൻ 7 കൊല്ലത്തെ ഒരു ഡാറ്റ എടുത്തപ്പോൾ തന്നെ ക്ലെയിം വരാത്ത ആളുകൾ വളരെ ഇല്ല എന്ന് പോലും പറയുന്നു. അതായത് ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഒരു ആവറേജ് ഒരു മലയാളിക്ക് 5 വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വരും. അതിവിടെ അപകടമായിട്ട് വരാം, അല്ലെങ്കിൽ രോഗങ്ങളുടെ രൂപത്തിൽ വരാം. അതുകൊണ്ട് ഒറ്റ ചായ കുടിക്കുന്ന പൈസ വേണ്ട ഒരാൾക്ക്. ഒരു കുടുംബത്തിന് 50 രൂപ, 5 പേരുണ്ടെങ്കിൽ ചായയുടെ പൈസ പോലും വേണ്ട ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. അപ്പൊ എല്ലാവരോടും ഞാൻ വളരെ താണുകയാണ് പറയുകയാണ്, ഒരു ഇൻഷുറൻസ് ഇനി ലോൺ എടുത്തായാലും എടുക്കണം നമുക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും. എന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വന്ന് സഹകരിച്ച് വിലയേറിയ വിവരങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിലയേറിയ വിവരങ്ങൾ എന്റെ പ്രേക്ഷകർക്ക് കൊടുത്ത ബിഗ് സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ടീച്ചറോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ തീർച്ചയായിട്ടും വളരെ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.